എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ നോക്കുന്നത് കാരുണ്യ ബെനവേലന്റ് ഫണ്ടിനെക്കുറിച്ചാണ്. സുഹൃത്തുക്കളെ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സംസ്ഥാനത്ത് ദാരിദ്ര്യ രേഖയ്ക്കു കീഴിലുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കാൻസർ, കിഡ്നി, ഹൃദയ സംബന്ധിയായ ഗുരുതര രോഗങ്ങൾക്കുള്ള രോഗികൾക്ക് സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനായി സർക്കാർ നൽകുന്ന ചികിത്സാ ധനസഹായമാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ലഭിക്കുവാനുള്ള വരുമാനപരിധി എന്ന് പറയുന്നത് വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. പരമാവധി ധനസഹായം ഓരോ അപേക്ഷകർക്കും പരമാവധി 2 ലക്ഷം രൂപ വരെ. പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന രോഗങ്ങൾ: 1. ക്യാൻസർ, കീമോതെറാപ്പി, സർജറി, റേഡിയേഷൻ ഉൾപ്പെടെ. 2. ഹൃദയാഘാതം, ബൈപ്പാസ് സർജറി, വാൽവ് സർജറി തുടങ്ങിയവ. 3. വൃക്ക സംബന്ധമായ രോഗങ്ങൾ, ഡയാലിസിസ് ഉൾപ്പെടെ. 4. ഹൃദയ, കാൽ, വയറ് തുടങ്ങിയവയ്ക്ക് മജ്ജയത്തിലേക്കുള്ള ഘടനാപരമായ ശസ്ത്രക്രിയകൾ. 5. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. 6. ഹെമോഫീലിയ. 7. മസ്തിഷ്കാഘാതം. 8. മാർഗശുദ്ധീകരണ ശസ്ത്രക്രിയകൾ. 9. റോഡ് ആക്സിഡന്റുകൾ മൂലമുള്ള ഗുരുതര പരിക്കുകൾ. പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആശുപത്രികൾ: സർക്കാർ ആശുപത്രികൾ, സർക്കാർ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ. അമൃത ആശുപത്രി, കൊച്ചിൻ. എസ്റ്റർ മെഡിസിറ്റി, കൊച്ചിൻ. പദ്ധതിക്ക് അർഹയില്ലാത്തവർ ആരൊക്കെയെന്ന് നോക്കാം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻപ്പെട്ടവർക്കും ഈ പദ്ധതി ലഭ്യമല്ല. വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് കവർ ചെയ്യുന്നവർക്ക് ഈ പദ്ധതി ലഭ്യമല്ല. സൈനിക സേനാംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും, ഡിഫൻസ്, BSF, CRPF ഈ പദ്ധതി ലഭ്യമല്ല. ആസ്പത്രിയിൽ മുൻകൂട്ടി അംഗീകാരമില്ലാതെ ചികിത്സ ആരംഭിച്ചവർക്ക് സഹായം ലഭ്യമല്ല. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ ചെയ്യുന്നവർക്ക് ഈ പദ്ധതി ലഭ്യമല്ല. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: 1. റേഷൻ കാർഡിന്റെ പകർപ്പ്. 2. വരുമാന സർട്ടിഫിക്കറ്റ്. 3. രോഗിയുടെ ചികിത്സ സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട്. 4. രോഗിയുടെ ആശുപത്രി അഡ്മിഷൻ, ഡിസ്ചാർജ് ഫോട്ടോകോപ്പികൾ. 5. ചികിത്സക്കുള്ള ആശുപത്രിയുടെ എസ്റ്റിമേറ്റ്, ബിൽ. അപേക്ഷ സമർപ്പിക്കേണ്ട സ്ഥലം: ലോട്ടറി ഓഫീസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസിൽ. ആശുപത്രിയിലെ സോഷ്യൽ വർക്കർ മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ മുഖേനയും അപേക്ഷിക്കാം. www.karunya.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി: ആശുപത്രിയിൽ അഡ്മിഷൻ കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. അടിയന്തര രോഗികൾക്ക് ചികിത്സ തുടങ്ങിയ ദിവസം തന്നെ അപേക്ഷ നൽകണം. അപേക്ഷ നടപടിക്രമം എന്താണെന്ന് നോക്കാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതം CBHI അംഗീകാരം നേടുക. ആശുപത്രി സാമൂഹ്യ പ്രവർത്തകൻ മുഖേന അപേക്ഷ സമർപ്പിക്കുക. ജില്ലാ മെഡിക്കൽ ഓഫീസ് പരിശോധിച്ച് ധനസഹായം അനുവദിക്കുന്നു. സഹായം ലഭിക്കാനുള്ള പരമാവധി തുക 2 ഘട്ടങ്ങളായി അനുവദിക്കും. 1-ാം ഘട്ടം പ്രാഥമിക ചികിത്സക്കുള്ള തുക, 2-ാം ഘട്ടം തുടർന്നുള്ള ചികിത്സക്കുള്ള തുക എന്നിങ്ങനെയാണ് തുക അനുവദിക്കുന്നത്. താഴെ പറയുന്ന നമ്പറിൽ വിളിച്ചാലും വിവരങ്ങൾ അറിയാൻ കഴിയും. 0413304449. 23304449. വെബ്സൈറ്റ് www.karunya.kerala.gov.in. തുക അനുവദിച്ചു കിട്ടുന്നതിന് മെഡിക്കൽ ബോർഡിന്റെ അംഗീകാരം ആവശ്യമാണ്. ആവശ്യമായ എല്ലാ രേഖകളും സമ്പൂർണ്ണമായി നൽകണം. നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ വിവരങ്ങൾ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.